ആരാണ് PV അൻവറിന് പിന്നിൽ? മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിൽ നിന്ന് നേരെ മുഖ്യമന്ത്രിയായതല്ലോ എന്ന് ചോദിക്കാൻ ധൈര്യം ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ PV അൻവറിന് അതുണ്ടായിരിക്കുന്നു. പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിച്ചാണെങ്കിലും അഥവാ അർത്ഥമറിയാതെ പറഞ്ഞു പോയതാണെങ്കിലും അൻവറിൻ്റെ നാക്കിൽ നിന്ന് അങ്ങനെ തന്നെയാണ് വന്നത്. ഇതുവരെ അധോലോകക്കാരനായിട്ടാണ് അൻവർ അറിയപ്പെട്ടിരുന്നത്. ഭൂമി കയ്യേറ്റം, ലൈസൻസ് ഇല്ലാതെ പാർക്ക് നടത്തൽ, ഭരണാധികാരം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തൽ, ചുരുക്കി പറഞ്ഞാൽ ഒരു വില്ലൻ. എന്നാൽ ഇന്ന് വില്ലൻ വേഷമല്ല അൻവറിന്. അൻവറിൻ്റെ ഭൂതകാലമൊന്നും ആരും ചെകയുന്നില്ല. അൻവർ ഇന്ന് പോരാളിയാണ്. സംഘടനാ ചട്ടക്കൂടുകൾ കാരണം ഒന്നും വിളിച്ചു പറയാൻ കഴിയാത്ത പാർട്ടി നേതാക്കൾ പാർട്ടി അംഗമല്ലാത്ത അൻവറിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണോ? അൻവർ വിമർശിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ കുറേ കാലമായി നടക്കുന്നു. അന്നൊന്നും അൻവറിനെ കണ്ടിരുന്നില്ല. ഇന്ന് അൻവർ പോരാളിയാണ്. പോലീസിൻ്റെ ഇഷ്ടക്കേടിന് പാത്രമായ പാർട്ടി പ്രവർത്തകരുടെ ആരാധനാമൂർത്തിയായി അൻവർ മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായിരുന്ന ആളിൻ്റെ മകനായ അൻവർ അവർക്ക് വിപ്ലവ മാതൃകയായത്. പാർട്ടി ചിഹ്നത്തിലല്ലെങ്കിൽ മുസ്ലിങ്ങളായ കുറേ കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും ഒക്കെ വോട്ട് കിട്ടുമെന്ന് കരുതിയിട്ട് തന്നെയാവാം അൻവറിനെ സ്വതന്ത്രമായി മത്സരിപ്പിച്ചത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പാർട്ടിക്കുണ്ടായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളെന്ന ഒരു വിവക്ഷ കൂടി അതിനുണ്ട്. എന്നാൽ ഇന്ന് CPM ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച MLA-മാരെക്കാൾ അധികം അണികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് അൻവറാണെന്ന ഒരു ആഖ്യാനം ഇന്നുണ്ടായിരിക്കുകയാണ്. ആരാണ് അൻവറിന് പിന്നിൽ? പാർട്ടി സെക്രട്ടറിയാണോ? അതോ കുറേ നേതാക്കളുണ്ടോ? ഏതായാലും കണ്ണൂരിലെ P. ജയരാജനുണ്ടെന്ന് വ്യക്തമാണ്. ജയരാജൻ്റെ റെഡ് ആർമി അതുകൊണ്ടാണ് അൻവറിനെ പുകഴ്ത്തുന്നത്. നശിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ ഇതെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന ഒരു ചോദ്യമുയർത്താൻ കഴിഞ്ഞ ആളായി അൻവർ മാറുകയാണ്. കണ്ണൂരിൽ ഒതുക്കപ്പെട്ട P. ജയരാജൻ്റെ സ്വകാര്യ ആർമിയായ റെഡ് ആർമി അവരുടെ ഫേസ്ബുക്കിൽ എഴുതിയത് കണ്ടാൽ മനസ്സിലാകും രോഗം ആർക്കാണെന്ന്. പക്ഷേ എന്താണ് മരുന്നെന്ന് ആർക്കും അറിയില്ല. റെഡ് ആർമിയുടെ ഫേസ്ബുക്കിലേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ സഖാവ് PV അൻവർ അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയും ഏറ്റവും ആർജവമുള്ള തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് എന്നെപ്പോലുള്ള ഏതൊരു ഇടതുപക്ഷ സഹയാത്രികൻ്റെയും ഉറച്ച വിശ്വാസം. ഈ കാലം അത്രയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുപ്പായത്തിൻ്റെ ബലത്തിൽ മുഖ്യമന്ത്രിയുടെ അരികുപറ്റി നടന്ന് പാർട്ടിയുടെ അടിവേര് പിഴുതെറിയാൻ ഇറങ്ങിത്തിരിച്ച ADP അജിത് കുമാറിനെ പോലുള്ള പോലീസ് ക്രിമിനലുകൾക്കൊപ്പം ചേർന്ന് SFI, DYFI സഖാക്കളെയും പാർട്ടി സജീവ പ്രവർത്തനം നടത്തുന്നവരെയും പൊതുപ്രവർത്തകരെയും തെരുവിലും പോലീസ് സ്റ്റേഷനുകളും പോലീസ് തല്ലിച്ചതയ്ക്കുന്നതിന്, കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്നതിന് ഇതുവരെയും പോലീസിന് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്ത, സ്വർണ്ണക്കള്ളക്കടത്തും കൊലപാതകം അടക്കം ADGPയുടെ നേതൃത്വത്തിൽ ചെയ്തുകൂടിയ ക്രിമിനൽ ചെയ്തികൾക്ക് മൗനാനുവാദം നൽകിയ പോലീസിലെ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ ജനങ്ങളുടെ മേൽ അകാരണമായി കുതിര കയറാൻ നിരുപാധികം അഴിച്ചുവിട്ടുകൊണ്ട് ഈ സർക്കാരിനെയും പാർട്ടിയെയും പൊതുജനങ്ങൾക്ക് മുമ്പിൽ അങ്ങേയറ്റം അവഹേളിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് ഓശാന പാടിയ ഇതുപോലുള്ള വർഗവഞ്ചകരെ ഇനിയും ഒരു കാരണവശാലും ആ സ്ഥാനത്ത് തുടരാൻ അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ വെച്ച് ഉറപ്പിക്കരുത്. ഒരുപാട് കർഷകരുടെ പോരാട്ടത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമാണ് ഈ പാർട്ടി. പ്രതിരോധത്തിൻ്റെ പോർനിലങ്ങളിൽ മരണത്തെ ഭയക്കാതെ രക്തസാക്ഷിത്വത്തിലേക്ക് കയറിയ ഒരുപാട് ധീര രക്തസാക്ഷികളുടെ ചോര കൊണ്ട് തുടുത്തതാണ് ഈ പാർട്ടി. ഒരുപാട് പ്രവർത്തകരുടെ സഹനവും ത്യാഗവും ജീവനും ജീവിതവും പ്രതീക്ഷയുമാണ് ഈ പാർട്ടി. ഇന്നും ജീവിക്കുന്ന എത്രയോ രക്തസാക്ഷികളുടേതാണ് ഈ പാർട്ടി. അവരുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അതിന് കളങ്കമേൽപ്പിക്കുന്ന പ്രവൃത്തി ആരിൽ നിന്നുണ്ടായാലും അത് വെച്ച് പൊറിപ്പിക്കരുത്. സമ്മേളനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇതുപോലുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുകയാണ് വേണ്ടത്. അതുപോലെ തുടർച്ചയായി അധികാരത്തിൻ്റെ സുഖലോലുപതയിൽ നിന്ന് പാർട്ടി ജനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയോ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. തിരുത്തേണ്ടവ തിരുത്തി മുന്നേറണം. പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത വെറും അനുഭാവിയായ സഖാവ് PV അൻവർ ഒരു വിപ്ലവ മാതൃകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും പ്രാദേശികമായ പാർട്ടിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദോഷം വരുത്തുന്ന ശശിമാരെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വരാനിരിക്കുന്ന വിപത്തിൻ്റെ അശരീരിയാണ്. എതിരാളികൾക്ക് വോട്ട് കൂടിയത് അവരുടെ മേന്മ കൊണ്ടല്ല, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴുള്ള പോക്കിൻ്റെ നമ്മുടെ തന്നെ പ്രതിഷേധമാണ്. അതൊരു സൂചനയാണ്. അകന്നു പോകുന്ന കണ്ണികൾ നമ്മളിലേക്ക് ഒന്നുകൂടെ ചേർത്ത് നിർത്തണം. വാക്കിലും നോക്കിലും രൂപവും ഭാവവും മാറണം. മനുഷ്യത്വപരമായ ഇടപെടലുകൾ കൂടുതൽ ശ്രദ്ധിക്കണം. വിമർശനങ്ങൾ ആരോഗ്യപരമായി ഉൾക്കൊള്ളണം. വീഴ്ചകൾ, തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ലാൽ സലാം.